ഹായ്, അസ്സലാമു അലൈക്കും. ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് മണ്ണില്ലാതെ കൃഷി ചെയ്താൽ നല്ല വിളവ് കിട്ടുമെന്നതിനുള്ളൊരു തെളിവാണ് ഇത്. എൻ്റെ വീട്ടിലല്ല കേട്ടോ ഉണ്ടായിട്ടുള്ളത്, എൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അവർ വെക്കേഷനിൽ പിന്നെ അനിയൻ്റെ വൈഫ് പ്രഗ്നൻറ്റും കൂടെയാണ്. അപ്പോൾ ആ സമയത്ത് അവർ സ്കൂള് പൂട്ടിയപ്പോൾ നാട്ടിലേക്ക് വന്നതാണ്. നാട്ടിലേക്ക് വന്നത് സ്കൂള് മാർച്ച് മാസത്തിൽ പൂട്ടുമല്ലോ. മാർച്ച് മാസത്തിൽ പൂട്ടി നാട്ടിലേക്ക് വന്ന് തിരിച്ചു ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ കർഷകർക്ക്, എന്താ പറയുക, കൃഷിനെ സ്നേഹിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകരെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരോട് വീഡിയോ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അവർ മാർച്ച് മാസത്തിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോകുന്നത് സ്കൂള് തുറന്ന്, അവരെ പ്രസവം കഴിഞ്ഞ്, മോൻ്റെ സ്കൂള് തുറന്ന് പിന്നെ പെരുന്നാളും കഴിഞ്ഞ് ഏകദേശം ജൂൺ പകുതി ആകുമ്പോഴാണ് കേട്ടോ. അപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ അത് എങ്ങനെയെന്ന് കാണിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പച്ചത്തക്കാളി ഹാർവെസ്റ്റ് ചെയ്ത് തോരൻ വെക്കുന്നത് കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഒരു അപേക്ഷയുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിതിൻ്റെ വിളവ് നിങ്ങളെ ആദ്യം ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് അവർ വീട്ടിൻ്റെ ബാക്ക് സൈഡ് വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് കണ്ടോ, കിണറാണ്. കിണറിൻ്റെ ചുറ്റുമാണ് ഈ മത്തന് ഇതുപോലെ പടർന്നിട്ടുണ്ട്. ചുറ്റുന്നല്ല, അതിൻ്റെ ബാക്ക് സൈഡ് ഫുള്ളായി പടർന്നിട്ടുണ്ട്. കണ്ടില്ലേ, മത്തന് കണ്ടില്ലേ എന്തൊരു ഭംഗിയിലാണ് നിൽക്കുന്നത് തൂങ്ങി കിണറ്റിൻ്റെ ചുറ്റും. ഇത് കണ്ടോ, അതിൻ്റെ വലിപ്പവും കളറും വ്യത്യാസമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അവർ പറിച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്ന് പറിക്കുമ്പോൾ അത് മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മൂപ്പായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇല പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കറി വെക്കാൻ. എന്നിട്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പറയുന്നത് വീഡിയോ അയച്ചു തരാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണിത്. വീടിൻ്റെ സ്പേസ് ഇല്ല, വെറും 3 സെൻറ്റ് സ്ഥലത്തിലുള്ള വീടാണ്. അത് 2 നില വീട്. മുൻഭാഗം ആണ് സ്പേസ് വിട്ടിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഈ കിണറും ചെറിയൊരു ഗ്യാപ്പുള്ളൂ. ആ ഗ്യാപ്പിൽ മൊത്തം ഈ മത്തംവള്ളി പടർന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് അല്ലേ, കണ്ടില്ലേ, പടസം തരാൻ വിചാരിച്ചാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മണ്ണും വേണ്ട, നല്ല വളർച്ചയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ തിരിച്ചു പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഇനി ഇത് എങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇതുപോലെ ഈ കവറിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കിച്ചൺ കമ്പോസ്റ്റ്. അതിൽ നിന്നാണ്, കിച്ചൺ കമ്പോസ്റ്റ് അല്ല കേട്ടോ, കിച്ചൺ വേസ്റ്റും ചകിരിച്ചോറ്. ഇവിടെ ടൗൺ ഏരിയ ആയതുകൊണ്ട് വേസ്റ്റ് ഇടാനൊന്നും സൗകര്യമില്ലാത്തതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ചകിരിച്ചോറ് വാങ്ങിയിട്ട് അത് രണ്ടും മിക്സ് ചെയ്ത് ഒരു കവറിൽ വെച്ചതാണ്. അതിൽ നിന്നാണ് ഇത് മുളച്ച് വന്നിട്ടുള്ളത്. എന്നിട്ടാണ് ഇതുപോലെ ഉണ്ടായിട്ടുള്ളത്. നനച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല ആരും. പിന്നെ മെയ് മാസത്തിൽ മഴ പെയ്തപ്പോൾ ചിലപ്പോൾ മഴ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും.
നനഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അല്ലാതെ വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെത്താനെ ഇതുപോലെ ഉണ്ടായതാണ്. ഇതുപോലെ അവർ വരുമ്പോൾ മുളച്ചിട്ടോ ചെടിയോ ഒന്നുമില്ല വരുന്ന സമയത്ത്. പിന്നെ അതിൻ്റെ ശേഷമാണ് ഇത് മുളച്ച് ഇതുപോലെ പടർന്ന് എല്ലാ സ്ഥലത്തും കാട് പിടിച്ച് കിടക്കുന്നത്. തിരിച്ച് ചെന്നപ്പോഴാണ് ഇതുപോലെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അതിൽ ഇട്ടിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയും ഉണ്ടാകും എന്നുള്ളതിനാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും വാടകയ്ക്ക് ഇരിക്കുന്നവർക്കൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ. തോട്ടം തൊടുകയുള്ളവർക്ക് പിന്നെ തോട്ടത്തിലൊക്കെ നടാം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ കൃഷി ചെയ്യാം. മണ്ണില്ലാതെ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കണ്ട. ഇതുപോലെ കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ടാൽ ഇതുപോലെ വിളവുണ്ടാകും എന്നുള്ളതിനുള്ള തെളിവാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ. ഇനി നമുക്ക് പച്ചത്തക്കാളി തോരന് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ തക്കാളി ചെടിയിലുള്ള പച്ചത്തക്കാളിയൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. മഴ പെയ്തുകൊണ്ട് ചെടിയൊക്കെ നാശമായിട്ടോ. പെട്ടെന്ന് നമ്മൾ ഓർക്കാത്ത സമയത്തല്ലേ മഴ പെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് കളർ ചേഞ്ചായി കേടായി പോകും ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നിന്ന് പച്ച മാത്രം എടുത്ത് ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. പഴുത്തത് വേണ്ട. പച്ചത്തക്കാളി ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ പച്ച മാത്രമാണ് നന്നായിട്ടുണ്ടാവുക. ഇനി അതിന് വേണ്ടി ഞാനിതുപോലെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തിയും ടേസ്റ്റിയും ആയിരിക്കും. ഇനി അതിലേക്ക് ഒരു സവാള ചെറുത് കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഇത് വാടിയിട്ടുണ്ട്. ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വാടി വരുമ്പോൾ അടുത്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഞാനതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ കറിവേപ്പില വാടിയിട്ടുണ്ട്. ഇനി 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ ഉണക്കി മിക്സിയിൽ പൊടിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ കളറ് ഒരു റെഡിഷ് കളറാണ്. ഇനി ഇതുപോലെ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതൊരു 2 മിനിറ്റ് മൂടി വെക്കാം. അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചതച്ചെടുക്കാം. വേറെ ഒന്നും മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. അതിൽ ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റായി. തക്കാളി വാടി ഏകദേശം കുക്കായിട്ടുണ്ട്. തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം, തേങ്ങൻ്റെ പച്ച ചുവയൊന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ എടുത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.